എസ്തെറ്റിക് ആർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടേ വെറും 3 കളർ മാത്രം മതി എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? എന്നാലേ നിങ്ങൾ വിശ്വസിച്ചേ പറ്റുള്ളൂ. അതാണ് ഞാൻ ഇന്നിവിടെ ചെയ്യാനായിട്ട് പോകുന്നത്. ഈ ഒരു ആർട്ടിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. അതിന് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. കളർ എടുക്കുക, കുത്തി വര ഇടുക, പിന്നെയും കളർ എടുക്കുക, കുത്തി വര ഇടുക. വേറെ ഒന്നും ചെയ്യാനില്ല. ഇഷ്ടപ്പെട്ടൊരു ഷേപ്പ് അങ്ങോട്ട് വരച്ചു കൊടുക്കുക, അവിടെ മൊത്തം കളർ ഫില്ല് ചെയ്യുക. അടുത്തതിൽ എന്തെങ്കിലും ഒരു ഷേപ്പ് വരച്ചു കൊടുക്കുക, അവിടെ ഫില്ല് ചെയ്യുക. അങ്ങനെ 3 ഷേപ്പുകളാണ് ഞാനിതിൽ മൊത്തത്തിൽ വരച്ചു കൊടുക്കുന്നത് കേട്ടോ. ആ 3 ഷേപ്പിലും ഞാനിങ്ങനെ കളർ ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാനിതിന് എടുത്തിട്ടുള്ളത് പിങ്കും അതുപോലെ തന്നെ ഡാർക്ക് പിങ്കും കളറാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. ആ കളർ വെച്ചിട്ടാണ് ഷെയ്ഡ് ചെയ്തെടുത്തത്. നല്ല രസമാണ് കേട്ടോ ചെയ്യാൻ. കുത്തിവരടാന്ന് പറഞ്ഞാൽ നല്ല രസമാണല്ലോ. അതായത് വേറെ ഒന്നും ചെയ്യാനില്ലല്ലോ, വെറുതെ ഇങ്ങനെ കുത്തിവരട്ട് പോയാൽ മതിയല്ലോ. പക്ഷേ ഫൈനൽ ലുക്ക് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ലതാണ് കേട്ടോ. ഒരു എസ്തെറ്റിക് ആർട്ട് ആയിട്ടുള്ള എന്തെങ്കിലും ഒന്ന് ചെയ്യണം, ഒരു ആർട്ട് ചെയ്യണം എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. പിന്നെ എന്താണ്, ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഈ ഒരു ആർട്ടിനെ പറ്റി പറയാനായിട്ട്. പിന്നെ ലാസ്റ്റായിട്ട് ഞാൻ വരച്ചു കൊടുക്കുന്നത് ബ്ലാക്ക് കളർ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ. ഞാനൊരു ഫ്ലവറും പിന്നെ ഒരു ബട്ടർഫ്ലൈയും കൂടെ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അതും കൂടെ വരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം ഇതാണ് ഈ ഒരു ആർട്ടിൻ്റെ ഫൈനൽ ലുക്ക്. ഈ ഒരു ആർട്ട് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്യണേ. ഈ ഒരു കളറിന് ആക്ച്വലി ഇത് യൂസ് ചെയ്യുന്നത് വാട്ടർ കളറോ അല്ലെങ്കിൽ അക്രിലിക്കോ ആണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. പക്ഷേ എൻ്റെ മടിയാണ്, കളറ് മിക്സ് ചെയ്യാനുള്ള മടി കൊണ്ടാണ് ഞാനിത് എടുത്തിട്ടുള്ളത്. അപ്പം ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പം താങ്ക് യു. അടുത്ത വീഡിയോയിൽ കാണാം.